വെൽക്കം ബാക്ക് ടു അമ്മു ആൻഡ് മീ. ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. വീഡിയോകൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കുറച്ചധികം കാര്യങ്ങളായിട്ട് തിരക്കിലായി പോയതുകൊണ്ട് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത്. എന്തായാലും പോട്ടെ, നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ. ഇന്ന് ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ, എന്നാൽ ഭയങ്കര ടേസ്റ്റാണ്. എസ്പെഷ്യലി ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ എന്നാൽ പിന്നെ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. ആദ്യം തന്നെ ഞാനൊരു ചട്ടി എടുത്തു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ നല്ലോണം ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കടുകൊക്കെ പൊട്ടി വന്നപ്പോഴേക്കും അതിലേക്ക് കുഞ്ഞുള്ളിയും കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇനി നമ്മൾ ഇടേണ്ടത് നമ്മുടെ അരപ്പാണ് കേട്ടോ. ആ അരപ്പ് ഞാൻ ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നല്ലോണം ഇങ്ങനെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 1/4 അല്ലെങ്കിൽ അര സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അത് ബാക്കി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാൻ ഇട്ടേക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും കൂടെ ചേർത്ത് നല്ലോണം വെള്ളത്തിൽ കുഴച്ചൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ടേക്കുന്നത്. വെള്ളത്തിൽ കുഴച്ചത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടി വരില്ല മൂക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാനിങ്ങനെ വെള്ളത്തിൽ കുഴച്ച് വെച്ചേക്കുന്നത്. അതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ഇട്ടത് കുടംപുളിയാണ്. കുടംപുളി ഞാൻ നേരത്തെ കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇതിട്ടത്. ഇപ്പം ഈ ഉണ്ടാക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലേ, ഇതിപ്പോൾ എന്താ ഇത്ര പറയാനുള്ളത്, ഇതൊരു മീൻകറിയല്ലേ ഉണ്ടാക്കുന്നതെന്ന്. എന്നാൽ മീൻകറി അല്ല, നിങ്ങൾ കണ്ടോ, അതല്ല സംഗതി. എന്നാലും മീൻകറിയുടെ പോലെയുള്ള സ്റ്റെപ്സൊക്കെയാണ്, അതുകൊണ്ടാണ് അതൊരു മീൻകറിയാണെന്ന് നമുക്ക് തോന്നുന്നത്. അങ്ങനെ പുളിവെള്ളം ഒഴിച്ച് അത് നല്ലോണം തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ആ അരപ്പും കൂടെ അതിലേക്ക് ഇടണം. അരപ്പെന്ന് പറയണത് ഒന്നുമില്ല, വെറുതെ കുറച്ച് തേങ്ങ എടുക്കുക, അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ആ അരച്ച പേസ്റ്റിൻ നമ്മൾ ഈ കറിയിലേക്ക് ഒഴിക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ആ അരപ്പ് നല്ലോണം തിളപ്പിക്കാനായിട്ട് വെക്കും. അരപ്പ് നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞു എന്ന് തോന്നുമ്പോഴാണ് നമ്മുടെ മെയിൻ സംഗതി നമ്മളിത് അതിലേക്ക് ഇടാൻ പോണത്. എന്താ അത്? വേറെ ഒന്നുമല്ല, നമ്മുടെ കോവയ്ക്ക. അപ്പോൾ എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല, കോവയ്ക്ക എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉള്ളൊരു കല്യാണി എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്. പുള്ളിക്കാരി എനിക്ക് ഓർമ്മ, കാരണം പുള്ളിക്കാരിക്ക് കോവയ്ക്ക ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പുള്ളിക്കാരീനെ എല്ലാവരും കോവയ്ക്ക കല്യാണി എന്നാണ് വിളിക്കാമെന്ന് ഇങ്ങനെ ഷോർട്സൊക്കെ കാണുമ്പോൾ പറയണ കേട്ടിട്ടുണ്ട്. അത് കാരണം ഇപ്പം നമ്മുടെ വീട്ടിൽ കോവയ്ക്ക മേടിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആ യൂട്യൂബറെയാണ്. പിന്നെ എൻ്റെ മോളെ, കാരണം എൻ്റെ മോക്കും കോവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ത് ഫോമിൽ ഉണ്ടാക്കി കൊടുത്താലും അവൾ കോവയ്ക്ക കഴിച്ചോളും. സോ അങ്ങനെ ഇനി ബാക്ക് ടു നമ്മുടെ കറിയിലേക്ക് വരാം. അപ്പം നമ്മൾ കോവയ്ക്ക ഇടും. എന്നിട്ട് കോവയ്ക്ക നല്ലോണം ആ അരപ്പി കിടന്ന് നല്ലോണം വേവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാത്രം നല്ലോണം അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് പാത്രത്തിൻ്റെ മൂടി മാറ്റി നമ്മളൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ അത് കാരണം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കറിയിൽ. അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ട് പിന്നെ ഇടയിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാനായിട്ട് മറന്നുപോയി. നമ്മുടെ അരപ്പ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചില്ലേ കോവയ്ക്ക ഇടുന്നതിന് മുന്നേ, അപ്പോഴായിരുന്നു ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് തോന്നണു ഞാൻ പറയാനായിട്ട് വിട്ടുപോയി എന്ന്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം തിളച്ച് നമ്മുടെ കോവയ്ക്ക വേവണം, അതാണ് അതിൻ്റെ പാകം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കോവയ്ക്കൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, മേളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറിയുടെ പാകം.
ഇതൊരു അടിപൊളി കറിയാണ് കേട്ടോ. ഇപ്പോൾ ചിലർക്ക് നോമ്പിൻ്റെ സമയത്തൊക്കെ നോൺ വെജ് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്നാൽ പക്ഷേ നോൺ വെജ് ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു കറിയാണിത്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കാം, ദോശ, അപ്പം, എനിക്ക് തോന്നുന്നു എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് പോകും. അപ്പോൾ അങ്ങനെയൊരു സിമ്പിൾ കറിയാണിത്. ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ ഫ്രം അമ്മു ആൻഡ് മീ.